Hello, everyone. Welcome back to another wonderful episode of Streaming Now. So, we began this initiative of Streaming Now back in 2020, and we have had a great run filled with many great YouTubers, and we have had a very fun ride. So, today, for this episode, which I would like to call kind of the season one finale of Streaming Now, we have with us yet another incredible talent from the YouTube world. And it is my honor and privilege to welcome one of the boys, or let me say the main man from Open and the Boys. We have Anandaraman Ajay with us. So, welcome, Seta, to the show. Hello, hi. First of all, ഇപ്പോൾ നമ്മൾ കൊറോണ ടൈമിലായപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഹൗ വാസ് കൊറോണ കാലം, ഹൗ വാസ് ദി ലോക്ക്ഡൌൺ ഗോയിങ് ഓൺ? കേരളത്തിലാണോ ബാംഗ്ലൂരാണോ? ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിലാണ്. ആക്ച്വലി കൊറോണ എനിക്കറിയാം ജനറലി ഒരു ടഫ് ടൈം ആയിരുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ലോക്ക്ഡൗൺ ആണെങ്കിലും അപ്പോൾ ഈ ചാനൽ തുടങ്ങുകയും അങ്ങനത്തെ പരിപാടീസും അപ്പം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ഒരു കൊറോണ പിടിച്ചു, അതിന്റെ കുറച്ച് ചെറിയ പണി കിട്ടി. അപ്പൂപ്പനില്ല, അപ്പൂപ്പൻ നാട്ടിലായിരുന്നു. ഞാൻ അപ്പൂപ്പനെ കാണാൻ നാട്ടിൽ പോയൊക്കെയായിരുന്നു. അപ്പൊ തിരിച്ചു വന്നു 2 ദിവസമായി. So നമുക്ക് let's start from the beginning. So ഒരു ലോക്ക്ഡൗൺ ടൈമിലാണ് ചാനൽ തുടങ്ങിയത്, and kind of വേറൊരു ലോക്ക്ഡൗൺ ടൈമിൽ you have reached 104k subscribers. So congratulations for that. So എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? Like when you started out, did you think it would make out this big? Like ഇത്ര ഹിറ്റ് ആവും? ഇല്ല, ആക്ച്വലി സി വൺ ഓഫ് ദി റീസൺസ് ഐ ബിഗാൻ ദിസ് ചാനൽ ഇസ് ഞാൻ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു പോർട്ട്ഫോളിയോ ആണായിരുന്നു. അപ്പം സോ ഈ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ അത് എങ്ങനെയാ വന്നത്? ലൈക്ക് അപ്പൂപ്പനെ ഒപ്പം തന്നെയാണ് എല്ലാ മൂവീസും പണ്ട് തൊട്ട് ഈ ചാനലിൽ മുന്നേ തന്നെ കാണാറുള്ളത്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ആണ്. അപ്പൂപ്പന്റെ കൂടെ ആയിരുന്നു ഞാൻ പണ്ട് തൊട്ടേ സിനിമ കാണുന്നു. പിന്നെ ഈ ലോക്ക്ഡൌൺ ടൈം ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വന്നു, അപ്പൂപ്പൻ എൻ്റെ വീട്ടിൽ വന്ന് ലോക്ക്ഡൗൺ ആയി. അപ്പൊ എല്ലാരും ഒരുമാതിരി ഒരു വീട്ടിലായി. അപ്പൊ അന്ന് എന്റെ ചാനലിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും ലവ് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് എന്നായിരുന്നു ഇടുന്നത്. അപ്പോ ഞാൻ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ഇടാം. പിന്നെ അവിടെ there was no stopping, എല്ലാം വളരെ ഹിറ്റായി മാറിയിരുന്നു. സോ ഞാൻ ചേട്ടന്റെ വീഡിയോസ് ഒന്നുകൂടി ഇരുന്ന് കാണിയിരുന്നു. സോ ഐ സോ ദിസ് ഇന്റർവ്യൂ ഓഫ് യോഴ്സ് ഇൻ റിപ്പോർട്ടർ ടി വി, ആൻഡ് അതിലൊരു ആങ്കർ പറഞ്ഞതായിരുന്നു there was this meme where people were relating Rick and Morty to Apoopan and you. So അവിടെ സയൻസ് സ്റ്റഫ് ആണെങ്കിൽ ഇവിടെ സിനിമ അല്ലേ? സോ ആക്ച്വലി ആ ഒരു ബോണ്ടിങ് സിനിമ കൊണ്ടുള്ള ബോണ്ടിങ് ആണോ? ഹാവ് യു ഗൈസ് ഓൾവേസ് ബീൻ ക്ലോസ്? അല്ല, അപ്പൂപ്പൻ എനിക്ക് ഞാൻ കൊച്ചായിരിക്കുമ്പം തന്നെ അപ്പൂപ്പന്റെ കൂടെ കുറെ നാൾ പോയി നിൽക്കും. എന്നിട്ട് അപ്പൂപ്പനും തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കും. അപ്പൊ അപ്പൂപ്പൻ എനിക്ക് തീരെ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ ചീറ്റോസ് ലേസ് ഒക്കെ കുറെ വാങ്ങിച്ചു തരും. അപ്പൊ എനിക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടം. അച്ഛനും അമ്മയും വാങ്ങിച്ചു തരില്ല, അപ്പൂപ്പനായിരുന്നു വാങ്ങിച്ചു തരുന്നത്. എന്നിട്ട് എന്നെ സ്കൂളിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ പിക്ക് ചെയ്യാനൊക്കെ വരും. അപ്പൊ അങ്ങനെയായിരുന്നു ഇനിഷ്യൽ ഒരു ബോണ്ടിങ്. പിന്നെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇങ്ങനെ എനിക്കൊരു ഒരു 7-8 വയസ്സായപ്പോൾ തൊട്ട് എൻ്റെ ബ്രദർ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണും. അപ്പൊ എൻ്റെ ബ്രദറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ ബ്രദറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പോയി അപ്പൂപ്പന്റെ അടുത്ത് തുടങ്ങി. പിന്നെ ഒരുമാതിരി ഞാനും അപ്പൂപ്പനെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പൊ പണ്ട് തൊട്ടേ അപ്പൂപ്പന്റെ കൂടെ കാണാറുണ്ട് ഇങ്ങനത്തെ കുറെ സിനിമകൾ. സോ അപ്പൂപ്പൻ എല്ലാ മൂവീസും കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിവ്യൂ തരാറുണ്ടോ? അപ്പൂപ്പൻ റിവ്യൂ ഒന്നും തരാറില്ല. അപ്പൂപ്പൻ ജസ്റ്റ് കാണും, ചിരിക്കും, കുറച്ച് കമന്റ്സ് ഒക്കെ അടിക്കും, എന്നിട്ട് പോവും. നമ്മളെ പോലെ ഇങ്ങനെ കീനായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, റിവ്യൂ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ല അപ്പൂപ്പൻ. അപ്പൂപ്പൻ ജസ്റ്റ് പിള്ളേരുടെ ചില്ല് ചെയ്യാൻ വേണ്ടി അത്രേ ഉള്ളൂ. അപ്പൂപ്പന് ഒറ്റയ്ക്കൊന്നും അപ്പൂപ്പൻ ഇങ്ങനത്തെ സിനിമ ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ ചേട്ടൻ ഒരു സിനോഫൈൽ ആണ്. what I believe is that you're preparing for film school. So അങ്ങനെ ഒരു സിനോഫൈൽ എന്ന രീതിയിൽ what is your outlook on the current Malayalam movie industry? We are changing the face of the whole Indian movie industry എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ especially. So what is your outlook? What's your comment? Are we actually that evolved or are we evolving? ഓക്കെ, ഇത് കുറച്ചൊരു കോംപ്ലക്സ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രീസ് ഡെഫിനറ്റ്ലി വേ അഹെഡ് ഓഫ് ഇറ്റ്സ് കണ്ടംപററീസ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ തന്നെ ബാക്കി ലാംഗ്വേജ് എടുത്ത് നോക്കി അഹെഡ് ആണ്, അതിൽ ഡൗട്ട് ഇല്ല. പക്ഷെ മലയാളികൾക്ക് ഞാൻ പണ്ട് തൊട്ടേ
ഞാൻ കാണുന്ന പ്രശ്നമാണ് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭയങ്കര നന്മ എവിടെയെങ്കിലും വരുന്നത്. അത് നമ്മൾ ഞാൻ ട്രഡീഷണൽ നന്മ മാത്രമല്ല പറഞ്ഞു, സീരിയലിൽ കാണിക്കുന്ന നന്മ അങ്ങനെയല്ല. ഇപ്പം കഴിഞ്ഞ നാളുകൾ കുറച്ച് ഏറ്റവും ഹിറ്റായ കുറച്ച് സിനിമകൾ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു അണ്ടർലൈങ് നന്മ തീമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിലാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സിലാണെങ്കിലും ഞാൻ നോട്ട് ടോക്കിംഗ് അബൌട്ട് ത്രില്ലർ മൂവീസ് അങ്ങനത്തെ അല്ല, പക്ഷെ ഒരു റെഗുലർ ഒരു ഡ്രാമ ജോണറിൽ പെടുന്ന മൂവീസിലെല്ലാം ഒരു അണ്ടർലൈങ് ഷെയ്ഡ് ഓഫ് നന്മയുണ്ട്. അത് വിട്ട് പോവില്ല മലയാളീസ്. അതിപ്പം ഹിറ്റായ സിനിമകൾ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ സ്റ്റാർസ് ആണെങ്കിലും ഏത് ഹിറ്റായ സിനിമ എടുത്ത് നോക്കിയാൽ അതിൽ യുവർ ഐദർ ട്രഡീഷണലി ഒരു നന്മമരമായിരിക്കും അല്ലെങ്കിൽ ഒരു വോക്ക് നന്മമരമായിരിക്കും, അത്രേ ഉള്ളൂ. ഹ്യൂമൻസിന്റെ ഫ്ലോഡ് നേച്ചർ അല്ലെങ്കിൽ ഒരു ഫ്ലോഡ് സൈക്കി അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല മലയാളികൾക്ക്. പണ്ട് മലയാളികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഇപ്പം പക്ഷേ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ലെൻസിൽ കൂടെ നോക്കുന്നു, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഇൻ സം കേസസ്. അപ്പൊ കുറെ ഇപ്പൊ നമുക്ക് അൺവാണ്ടഡ് സെക്സിസവും മിസോജനിയൊക്കെ എടുത്ത് കളയാൻ പറ്റി മലയാളത്തിൽ നിന്ന്. പക്ഷെ പ്രോബ്ലം ഇസ് സൊസൈറ്റിയിൽ ഇപ്പോഴും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്യൂനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇഫ് ഐ വോണ്ട് ടു അഡ്രസ് മിസോജനി ഇൻ എ മൂവി, ആ മൂവിയിൽ എനിക്കൊരു മെസ്സേജ് ഇടേണ്ടി വരും, അല്ലാതെ എനിക്ക് റിയാലിറ്റി കൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു അത് മലയാള സിനിമ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പുൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാണിക്കാണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കാണിക്കാൻ, ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കാണിക്കാൻ പറ്റില്ല. ആൾക്കാര് നമുക്ക് എല്ലാവരും, ഞാനൊന്നും ഒട്ടൊരു റിയൽ ലൈഫിൽ ഒരു നല്ല മനുഷ്യനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു ഭയങ്കര റെഗുലർ മനുഷ്യനാണ്, എനിക്കുണ്ട് കുറെ മിസ്റ്റേക്സ്, പക്ഷെ അതൊന്നും എനിക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. അതെനിക്ക് തോന്നുന്നു സിനിമേനെ ഭയങ്കര ഫുൾ ഡൗൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ബാക്കി ഇപ്പം കൊറിയൻ സിനിമയാണെങ്കിലും ഹോളിവുഡ് സിനിമയാണെങ്കിലും ആൾക്കാർ കണ്ടുവരുന്ന ബാക്കി ലാംഗ്വേജസ് ആണെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നില്ല. So continuing with that, favorite movie genre എന്താണ്? Apart from let's say the weird and cringy ones, favorite movie genre? എനിക്ക് ഡ്രാമയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു വിയേർഡ് ഇൻട്രസ്റ്റ് ഹൊററാണ്. ഹൊറർ ബോയ്സിന്റെ കൂടെ നമുക്ക് ഹൊറർ നൈറ്റ്സ് ഉണ്ട്, നമ്മള് ചുമ്മാ ഹൊറർ സിനിമ ഇട്ട് ഇങ്ങനെ ചില്ല് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ ആസ് എൻ ആർട്ട് ഫോം എപ്പോഴും ഏറ്റവും നല്ല ഒരു ഡ്രാമ ജോണറിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെയാണ്. Okay, so again, favorite actor of yours or favorite movie of yours? ഫേവറേറ്റ് ആക്ടർ വുഡ് ബി, എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്. പിന്നെ റോബർട്ട് ഡിനീറോ, ആൽ പച്ചീനോ, ആ സമയത്ത് 70s ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിൽ ജേക്ക് ജിലൻഹോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൺ ആൻസർ ആണെങ്കിൽ ഫേവറേറ്റ് ആക്ടർ അല്ല, ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ വേൾഡ് ഇസ് ഡെഫിനറ്റ്ലി മോഹൻലാൽ. Okay, and a favorite movie of yours, anyone? ഫേവറേറ്റ് മൂവി എനിക്ക് തോന്നുന്നു എൻ്റെ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന സിനിമ, 1975. Okay. So another thing about you, you are an engineer, so clarify to that, and mechanical engineer and then you took MSc in physics, and now you are going to be a film student. So like ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു മൂവി ആസ്പിറന്റ് അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനോട് ആസ്പിറേഷൻ ഉള്ള സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്, ലൈക് 2 words of wisdom? എനിക്കൊന്നും പറയാം, എനിക്ക് പറയാം, നിങ്ങൾക്ക് ഇഫ് യു ആർ റിയലി പാഷനറ്റ് അബൌട്ട് ഇറ്റ്, സ്റ്റാർട്ട് ആസ് ഏർലി ആസ് പോസിബിൾ, അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നുന്നത് ഞാൻ ഒരുപാട് ലേറ്റ് അല്ലെങ്കിൽ കുറച്ച് ലേറ്റായി അത് മനസ്സിലാക്കി എടുക്കാൻ. അറ്റ്ലീസ്റ്റ് ഐ എം ഡൂയിങ് ഇറ്റ് നൗ. പക്ഷേ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഗ്രി വെച്ചോ, ഇപ്പോൾ ഫിലിം ഡിഗ്രി ആയാലും വേറെ എന്ത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾ ചെയ്തോ, പക്ഷെ പറ്റുന്നത്ര നേരത്തെ അതിലേക്ക് പോവുക. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. So വേറൊരു ഇന്റർവ്യൂ and അത് കേട്ടപ്പോൾ it actually struck me, like the reactions you get, it's perfect. Like അവിടെ I think we can see like a very good actor in you, because നമുക്ക് ഇത്രയും ഓവർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓവർ റിയാക്ഷൻ ഇതിന് വേണമെന്ന്, ഓവർ ലൈക്ക് ഇത് ഇപ്പൊ റിയാക്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് സ്ക്രൂട്ടനൈസ് പക്ക. Do you prefer more being before the camera or behind the camera? Okay, ഞാൻ കേട്ടില്ല. What do you prefer? What do you prefer, like being in front of camera as an actor or being behind the camera? In front of the camera. എനിക്ക് ആക്ടിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ആക്ടിംഗ് ആണ് എപ്പോഴും എൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് എപ്പോഴും ആക്ടിംഗ് ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആണ് എനിക്ക് ഇഷ്ടം. പിന്നെ റൈറ്റിംഗ് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്, പക്ഷെ ഐ തിങ്ക് ഇറ്റ്
റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. അപ്പോൾ എനിക്ക് ഇരുന്ന് എഴുതാനുള്ള ഒരു ഇതില്ല, പേഷ്യൻസ് അല്ല. എനിക്ക് തോന്നുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണ് എനിക്ക് താല്പര്യം. മൂവി സജഷൻസ് അല്ലാണ്ട് വാട്ട് ഈസ് അനദർ സ്പെഷ്യൽ ആയിട്ട് തോന്നിയ എന്തെങ്കിലും കോമന്റ് ഉണ്ടോ? യൂട്യൂബിൽ എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബിൽ ഭയങ്കര ഒരു കുറച്ചുകൂടെ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓഡിയൻസ്. അതുകൊണ്ട് ഞാൻ യൂട്യൂബിലെ കോമന്റ്സ് ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. യൂട്യൂബില് ഒന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പച്ചത്തെറി കളിക്കും. ഇപ്പൊ യൂട്യൂബിലെ കോമന്റ്സ് ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. കുറച്ചുകൂടെ നല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വരുന്ന മെസ്സേജസിൽ എനിക്ക് കുറച്ച് ഇഷ്ടം. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ പേര് അവർ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ കണ്ടുപിടിച്ച, അപ്പൊ അവര് രാത്രി ഇരുന്ന് കാണും, ഉറങ്ങുന്നതിന് മുമ്പ് കാണും, അപ്പൊ ഒരു ഹാപ്പി ആവും. അങ്ങനെ പറയുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്. Yeah, like when I first saw the channel, already കുറച്ച് videos ഉണ്ടായിരുന്നു. So then it was a treat for me because I could binge watch those videos. So I'm pretty sure it brings smile onto many people's faces. So ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ക്രിറ്റിസിസം വരുമ്പോൾ അത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാറ്? എനിക്ക് പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇസ് ഓൾവേസ് ഹെൽപ്ഫുൾ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ കുറെ പേര് ക്രിറ്റിസൈസ് ഇല്ല തെറി വിളിക്കും. ലൈക്ക് അതും വലിയ പ്രശ്നമല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ക്രിറ്റിസൈസ് ഇതുപോലെയാണ്. ലൈക്ക് അൺനെസസറിലി വോക്കായിട്ടൊക്കെ വന്നിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും. കാരണം ഞാൻ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊന്നും വച്ചടിച്ച് പറയുന്നൊന്നും ഇല്ല. ലൈക്ക് ഇഫ് ഇറ്റ്സ് മൈൽഡ്ലി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വി ക്യാൻ ലെറ്റ് ഇറ്റ് ഗോ. അത്രയും ആ പോയിന്റ് വരെ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്നെ ചുമ്മാ ഒരു ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. So what is your favorite thing about doing this and what is your least favorite thing about doing this? Favorite thing about doing this is everything. I like everything about this. Editing എനിക്ക് ഇഷ്ടമാണ്, ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്, ബോയ്സ് ആയിട്ട് സിനിമ കാണുന്നത് ഇഷ്ടമാണ്, അപ്പൂപ്പനായിട്ട് സിനിമ കാണുന്നത് ഇഷ്ടമാണ്. One thing I don't like is first, okay, there are two things I don't like. ഒരു പോയിന്റ് കഴിയുമ്പോൾ ബോയ്സ് അപ്പൂപ്പനൊക്കെ എണീറ്റ് പോകും. അവരെയൊക്കെ പിടിച്ചിരുത്താൻ ഒരു 2 പ്രാവശ്യമേ പറ്റൂ. പിന്നെ ഒരു 4-5 തവണ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണണം. എനിക്ക് ഒരുമാതിരി ഭയങ്കര ബോറാണ്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചില സമയം സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഷൂട്ട് ചെയ്യുമ്പം ചിലപ്പം ഞാൻ ശ്രദ്ധിക്കില്ല. ലൈക്ക് ചിലപ്പോൾ ഓഡിയോന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും പ്രശ്നം. പിന്നെ എനിക്ക് ഫുൾ സാധനം ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ ചില സമയം അങ്ങനെ ദേഷ്യം വരാം. Okay. So editing also ചേട്ടൻ തന്നെയല്ലേ ചെയ്യാറ്? Like you did some about that before. Okay. So also I wanted to ask, posters എല്ലാം ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ഞാനല്ല, എൻ്റെ ഫ്രണ്ട് മാഡി പുള്ളിയാണ് ചെയ്യുന്നത് പോസ്റ്റേഴ്സ്. Okay. So like നമുക്ക് മെർച്ചൻഡൈസ് എപ്പോ എക്സ്പെക്ട് ചെയ്യാം? ആ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മെർച്ചൻഡൈസ് എപ്പോ എക്സ്പെക്ട് ചെയ്യാം വിചാരിക്കുന്നു? ലൈക്ക് കുറച്ച് ടീഷർട്ട്സും അങ്ങനെ പരിപാടീസും. എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാർ അത്ര പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും അല്ല കാണിച്ചത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. ലൈക്ക് ചാടിക്കറിയൊന്നും ചെയ്യുന്നില്ല. മേ ബി ഒരു സ്മോൾ ഗിവ് അവേ ഒക്കെ വെച്ച് ചെറുതായിട്ട് തുടങ്ങുമെന്ന് വിചാരിക്കും. നിങ്ങള് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വാങ്ങിക്കുവോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മേടിക്കും. ഓക്കെ എന്നാ ശരി, ട്രൈ ചെയ്യാം നോക്കട്ടെ. Okay, so Nisaram is another very cool channel of yours. It's informative, but then there are like small touch of humor there and here and there, but very serious, very informative പറയുന്ന channel ആണ്. So what was your motive to start that video? നിസാരം എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന കുറച്ച് ചാനൽസ് ആയിരുന്നു. ഇപ്പം വിസോസ് ഉണ്ട്, വെറിറ്റേഷ്യം, മേസപ്പ് സയൻസ്, ഇൻഫോഗ്രാഫിക്സ്, കുറെ ചാനൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മള് ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ഉണ്ടാക്കുന്ന നോളജ് നമുക്ക് ഒരുമാതിരി 10 മിനിറ്റിൽ കിട്ടും, ഒരുമാതിരി ഭയങ്കര സ്പീഡിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം ഞാനും ഇപ്പൊ ഈ സിനിമ കാണുന്ന സമയം അല്ലാണ്ട് ഫ്രീ ടൈം കിട്ടിയാൽ മോസ്റ്റ്ലി ഇന്റർനെറ്റിൽ ചുമ്മാ ഇങ്ങനെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുക, ബുക്ക് വായിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ ക്രിഞ്ച് മൂവീസ് കണ്ട് നമ്മൾ ഒരു പോയിന്റിൽ ഒരു സാച്ചുറേഷൻ എത്തും. പിന്നെ നമുക്ക് ഒരുമാതിരി ഒരു വല്ലാത്തൊരു മൈൻഡ് സ്പേസിലാവും. അപ്പം നമ്മൾ ലൈക്ക്
ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സോ ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കോണ്ടന്റ്സ് ട്രൈ ചെയ്യാൻ, ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഡു എ സീരിയസ് മൂവി റിവ്യൂ, അങ്ങനെ വേറെ എന്തെങ്കിലും കോണ്ടന്റ്സ് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഭയങ്കര പാട്. ഞാനിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഞാൻ ഒരു മൂവി റിവ്യൂ ചെയ്താൽ ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ കാണുമെന്ന് തന്നെ എനിക്ക് അറിയുള്ളൂ. ബിക്കോസ് ദർ ടു മെനി പീപ്പിൾ ഓൾറെഡി ഡു ദാറ്റ് പ്രിറ്റി വെൽ ഓൾസോ. അപ്പോൾ എൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐഡിയാസ് ഒക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതാ പാട്. ഒരു ഐഡിയ നമ്മൾ ജസ്റ്റ് കൺസീവ് ചെയ്തത് ഫുൾ ഓഫ് ചെയ്താൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പാടില്ല. ഒരു 5-6 ഐഡിയ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുത്താനാണ് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട്. സോ ഓക്കെ, ചേട്ടൻ നിസാർ എന്ന് പറഞ്ഞ ചാനലിൽ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചിട്ട് യു ഡിഡ് എ വീഡിയോ ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് വീഡിയോ. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. But then, with that cool approval of yours, it's hard to believe that ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എനിത്തിങ് ലൈക്ക് ദാറ്റ്? ഇല്ല, ലൈക്ക് എന്റെ വീട്ടിൽ അങ്ങനെ എനിക്ക് ടോക്സിക് ആയിട്ടൊന്നും ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് എന്റെ ഫാദർ ആണെങ്കിലും ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ പറയും, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എന്ത് രസപാടത്തൂടെ ആയിരുന്നു നടന്നത്, അന്ന് അത് കാണാം, അന്ന് ഇത് കാണാം. ലൈക്ക് അത് മാത്രം അത് ഫണ്ണാണ്. അത്ര അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജനറലി എല്ലാവരും സപ്പോർട്ടീവ് ആണ്. പിന്നെ പാരൻസിന്റെ ചില ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, പിള്ളേർ എങ്ങനെ ആയിരിക്കണം. ലൈക്ക് ഇപ്പം ഞാനാണെങ്കിൽ സിനിമയിലോട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ജനറലി എൻ്റെ ലൈക്ക് ഫാമിലി സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് എനിക്ക് ഫാമിലിയുടെ വലിയ പ്രഷറൊന്നുമില്ല. സോ ഈ കൂൾ സ്റ്റാർ, ഗാലക്സി സ്റ്റാർ, ഇങ്ങനത്തെ ടേംസ് ഇതൊക്കെ എവിടുന്ന് എങ്ങനെ കിട്ടുന്നു? ഇങ്ങനത്തെ ടേംസ് ഗാലക്സി സ്റ്റാർ എനിക്ക് അറിഞ്ഞു. ഗാലക്സി സ്റ്റാർ ഞാൻ കുറെ വർഷമായിട്ട് കേൾക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടെ ഇത് ശരിക്കും എവിടുന്നാ വന്നത്. പക്ഷെ ഗാലക്സി സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയ ഒരു ടേം അല്ല. ഗാലക്സി സ്റ്റാർ ഉണ്ട്. ലൈക്ക് വിനുമോഹൻ ഇസ് ഗാലക്സി സ്റ്റാർ വിനുമോഹൻ. എനിക്ക് അത് എങ്ങനെ എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്. പിന്നെ കൂൾ സ്റ്റാർ ജസ്റ്റ് ഒന്നും കിട്ടും. Okay, so അപ്പൂപ്പന്റെ ഫേവറേറ്റ് റിയാസ് ഖാൻ ആണ് അറിയാം. So who's your favorite? റിയാസ് ഖാൻ ഡെഫിനറ്റ്ലി. റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. ദേവൻ നല്ലതാണ്. എനിക്കറിയാം ഫേവററ്റ് എന്ന് ചോദിച്ചാൽ കുറെ പേരുണ്ട്. ഇപ്പം ഞാൻ റിവ്യൂയിൽ കാണിച്ചിട്ടില്ലാത്ത കുറെ പേരൊക്കെ എൻ്റെ ഫേവററ്റ്സിലുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, മേ ബി ചില ആക്ടേഴ്സ് ഉണ്ട്. രാഹുൽ മാധവ്, പിന്നെ സുരേഷ് കൃഷ്ണ, അങ്ങനെ കുറച്ച് വേറൊരു നീഷുണ്ട്. അതിങ്ങനെ ഇതൊരു റിവ്യൂ കാണിച്ചിട്ടില്ല. അവരുടെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് തോന്നുന്നു ഫേവററ്റ് മേ ബി റിയാസ് ഖാൻ തന്നെയായിരിക്കും. സോ ഒരു സിനിമ തന്നെ ഐ തിങ്ക് യു സിറ്റ് ആൻഡ് വാച്ച് ഇറ്റ് അറൗണ്ട് 9 to 10 times before you make the 9 to 10 is like max. അത്രയൊന്നും എപ്പോഴും കാണേണ്ടി വരില്ല. Let's say 5 times on an average. Okay, so like എത്ര ടൈം എടുക്കും ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ? ലൈക്ക് വാട്ട്സ് ദ പ്രോസസ് ആൻഡ് ഹൗ മച്ച് ടൈം ഡു യു ടേക്ക്? സമയം എടുക്കും, നല്ല സമയം എടുക്കും ആക്ച്വലി. ലൈക്ക് എനിക്ക് ഒരു 1 full week സ്ക്രിപ്റ്റ് ചെയ്യാനും സിനിമ കാണാനും, ഇപ്പം എനിക്കും ബോയ്സിനും അപ്പൂപ്പനും കൂടെ സിനിമ കാണാനും ഒരു 2 days, പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒരു 4-5 ദിവസം, പിന്നെ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടെ മിനിമം 2 weeks എടുക്കും. ലൈക്ക് അവിടെയാണ് എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം ഞാൻ 2 weeks എടുക്കുമ്പോൾ ആൾക്കാർ പറയും കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് അപ്ലോഡ് ചെയ്യുക. പക്ഷെ ഫാസ്റ്ററായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ കോണ്ടന്റ് ക്ലിക്ക് ആയില്ലെങ്കിൽ ആൾക്കാർ ഒരു സമയം എടുത്ത് ചെയ്താൽ മതി. കുറച്ച് ട്രിക്കിയാണ്, മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് വാട്ട് വുഡ് യു സേ, ലൈക്ക് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി, എന്താണ് ലൈക്ക് യൂട്യൂബ് വേൾഡിൽ അത്യാവശ്യം? ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ ക്വാളിറ്റി. പക്ഷെ അതെ, ഞാനിപ്പം ഒരു പോയിന്റ് ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ തുടങ്ങി. ലൈക്ക് ഇനിഷ്യലി ഞാൻ വീഡിയോസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ വീഡിയോ ചെയ്യും. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഓഡിയൻസിന്റെ കോമന്റ്സിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പിന്നെ ഓഡിയൻസ് എങ്ങനെ തിങ്ക് ചെയ്യും എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ അത് വീണ്ടും നിർത്തി. ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എന്റെ സമയം എടുത്ത് ചെയ്യുമെന്ന് വീണ്ടും തീരുമാനിച്ചേക്കാം. So like what are other channels that you like? മലയാളത്തിലാണെങ്കിൽ കരിക്ക് എനിക്ക് ഇഷ്ടമാണ്, മഷ്കൂൺ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ കുറെ ചാനൽസ് ഉണ്ട്. ഇപ്പൊ മൂവി എസ്സേ ചാനൽസ് ഉണ്ട്. ഇപ്പം എവരി ഫ്രെയിം പെയിന്റിംഗ് ആണെങ്കിലും നെർഡ് റൈറ്റർ ആണെങ്കിലും, പിന്നെ അതിന് വീസ് ഓഫ് ഇറിറ്റേഷൻ അങ്ങനത്തെ ചാനൽസ്. സോ ലൈക്ക് ഒരു ചാനലായിട്ട് ലൈക്ക് കൊളാബറേറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു അങ്ങനെ തോന്നിയ എന്തെങ്കിലും, ലൈക്ക് യു വുഡ് ലൈക്ക് ടു കൊളാബറേറ്റ് വിത്ത്? എനിക്ക് അറിഞ്ഞൂടെ.
ലൈക് മഷ്കൂൺ നല്ലതാണ്, പക്ഷെ എനിക്ക് കൊളാബറേഷൻ എങ്ങനെയായിരിക്കും പറയണം, കാരണം പുള്ളിയുടെ വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി ഇപ്പൊ നിസാരത്തിൽ എനിക്ക് തോന്നുന്നു, നിസാരത്തിൽ എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾക്കാർ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുപേരെ അങ്ങനെ നോക്കാം. So if Nisaram and Apoopan and the boys had to collaborate, like അത് എങ്ങനെയും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലൈക്ക് how cool that. അത് ആക്ച്വലി പറ്റും. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഒരു എപ്പിസോഡിൽ നിസാരത്തിൽ ക്രിഞ്ച് മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് വിചാരിച്ചു. വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് എൻജോയിങ് എ ക്രിഞ്ച് മൂവി, എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ഫോളോയിങ് ക്രിഞ്ച് മൂവീസിന്, ബാഡ് മൂവീസ് ആൾക്കാർ എന്തുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി രണ്ടും കൂടെ. ഓക്കെ. ആൻഡ് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ബട്ട് ദെൻ അബൌട്ട് സബ്ടൈറ്റിൽ ചേട്ടൻ, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ആ സബ്ടൈറ്റിൽസ് അവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് യു കീപ്പിംഗ് 2 videos in one. Like you can watch the video and you can go back and read the subtitles. It's whole another vibe. So ആ ഒരു സബ്ടൈറ്റിൽസ് ഫസ്റ്റ് ജസ്റ്റ് സബ്ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പ്ലാൻ ചെയ്തത്, or whose idea was it to like include fun in that? ഇനിഷ്യലി ഞാനൊരു ലൈക്ക് കുറച്ചുകൂടി ഒരു വൈഡർ ഓഡിയൻസിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പം ലൈക്ക് റെഗുലർ സബ്ടൈറ്റിൽസ് ആയിരുന്നു. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഒരു ദിവസം സബ്ടൈറ്റിൽസ് വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഭദ്രയുടെ വീഡിയോ എന്തോ ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ ചുമ്മാ റാൻഡായിട്ട് എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ശരി ഓക്കെ നോക്കാം. എന്നിട്ട് ഞാൻ അത് കണ്ടു നോക്കിയപ്പോൾ ചുമ്മാ റാൻഡം ഷിറ്റൊക്കെ വേറെ എന്തൊക്കെയോ സബ്സ് ഇല്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് നോൺ മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലയാളി ഓഡിയൻസിന് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലായി. കാരണം വേറൊരു ഫുൾ സ്റ്റോറി ഞാൻ പറയുന്നൊന്നുമല്ല സബ്ടൈറ്റിൽസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ഇങ്ങനെ ചെയ്തു. അപ്പൊ ഒരുമാതിരി എല്ലാ വീഡിയോയിലും ഞാൻ എന്റെ നറേഷന് ഒരു ട്രാക്ക്, സബ്ടൈറ്റിൽ വേറൊരു ട്രാക്ക്. So subtitle ചേട്ടൻ is your friend, like college തൊട്ടുള്ള ബോയ്സ് എല്ലാവരാണ്. നമ്മളെല്ലാം ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലെ ആൾക്കാർ. Okay. So ഈ like okay, about the boys അതാണ് ചോദിക്കാനുണ്ടായിരുന്നത്. Are you like friends from school days or from college or like ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത്? നമ്മൾ കോളേജ് ഫ്രണ്ട്സ് ആണ് നമ്മളെല്ലാവരും. എന്തോ ഇപ്പൊ എല്ലാരും സെയിം പ്ലേസ് ആണോ? ഇപ്പൊ എല്ലാരും ബാംഗ്ലൂരിലാണ്. ചില 1-2 പേര് ട്രിവാൻഡ്രം ആണ്. അപ്പോ പക്ഷെ അവരും വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് സീനായിട്ട് ബാംഗ്ലൂരിൽ വരുന്ന പ്രശ്നമല്ല. പക്ഷെ മോസ്റ്റ്ലി എല്ലാരും ബാംഗ്ലൂർ തന്നെ ഉണ്ട്. So like Bangalore fans ഉണ്ടോ? Like Malayali people recognizing you there? ഇപ്പൊ നമ്മളൊരു പുറത്ത് വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോ ഒരാള് എവിടെയെങ്കിലൊക്കെ ഒരു മോളിലൊക്കെ ഒരാൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ ഒരാൾ വന്ന് കാണും. ഭയങ്കരമായിട്ടൊന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കാണും. So like what is one bucket list dream of yours? Like we know about the film dream and everything, so അതേപോലെ ഒരു bucket list dream or something you want to achieve? Like എനിക്ക് okay, one primary aim is to become a good actor. That is always there. പക്ഷെ വേറെ എനിക്ക് ലൈക്ക് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിൽ എനിക്ക് അത്ര ഭയങ്കര ഡ്രീംസ് ഒന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് സൈഡ് ചെയ്തു. പക്ഷെ എനിക്ക് നിസാരത്തിൽ എനിക്ക് ആക്ച്വലി ഒരു ലൈക്ക് എനിക്കൊരു എയിം ഉണ്ട്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. മേ ബി ഞാൻ ഇപ്പം പറയാൻ ശരിയാവില്ല. പക്ഷെ എനിക്ക് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിൽ കൂടെയും എനിക്ക് നിസാരത്തിന് കുറച്ചുകൂടെ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ആക്ച്വലി ഇപ്പം ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കണം എന്നുണ്ട്. ഈ പോയിന്റ് പറയുന്നത്. പക്ഷെ അതാണ് എൻ്റെ ഒരു സോ അപ്പൂപ്പന്റെ ലൈക്ക് ഫേസ് റിവീൽ ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് ക്യാൻ വി എക്സ്പെക്ട് മോർ വീഡിയോസ് വിത്ത് അപ്പൂപ്പൻ ആൻഡ് വിത്ത് സബ്ടൈറ്റിൽസ്? ഭയങ്കര ക്യാമറ ഷൈ ആണ്. അപ്പൂപ്പനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്താണ് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. സബ്ടൈറ്റിലറിനെ കുറച്ച് നാളത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം സബ്ടൈറ്റിലറിന് IIM അഡ്മിഷൻ കിട്ടി. അപ്പൊ അവൻ പോയി ഇൻഡോറിലോട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം. അപ്പൊ ട്രാൻഡ്രത്ത് പോവും. എന്നിട്ട് എന്തായാലും അടുത്ത സീസണിൽ ഒരു എപ്പിസോഡ് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യും. Okay, cool. We are waiting for that because subtitle ചേട്ടൻ്റെ ഒപ്പം കണ്ട് like even though it's same movie review, but then it was more fun. Like നിങ്ങൾ തമ്മിലുള്ള ആ ഒരു dialogue, ഡിഫറെന്റ് ടൈപ്പ് എപ്പിസോഡ് ചെയ്യാൻ വിചാരിച്ചു. So it was very fun to watch. So അങ്ങനെ കൂടുതൽ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുന്നു. Okay, so ചേട്ടാ, thank you so much for joining with us and for taking the time to do this. And I hope all your dreams come true. And ordinary തന്നെ നമ്മൾ big screen and we get to see you and all the channels go into more and more heights. So thank you so much, Chata. Thank you. My pleasure. Thank you. Bye.